സ്പൈനോസോറസ്. ജുറാസിക് പാർക്ക് 3 എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം സ്പൈനോസോറസിനെ പരിചയമുണ്ടായിരിക്കും. അതിൽ ദിനോസറുകളുടെ രാജാവായ ടീറക്സിനെ കൊല്ലുന്നത് ഒരു സ്പൈനോസോറസ് ആണ്. ഘോരമായ ഈ ഡൈനോസറിനെ കാണാനും ഒരു ഭീകരമായ രൂപമാണ്. ആഫ്രിക്കയുടെ രാജാവായിരുന്ന സ്പൈനോസോറസിന്റെ സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്നും ഒപ്പം ഉരകജീവികളുടെ രാജാവായ ടീറക്സും സ്പൈനോസോറസും തമ്മിൽ യുദ്ധം ചെയ്താൽ ആര് ജയിക്കുമെന്നും നമുക്ക് നോക്കാം. ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ് സ്പൈനോസോറസ് ജീവിച്ചിരുന്നത്. അതായത് 10 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 9 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ. ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാംസഭുക്കായ തെറോപോഡ് ഡൈനോസർ ഇതായിരുന്നു. തെറോപോഡ് എന്ന് വെച്ചാൽ 2 കാലിൽ നടക്കുന്ന ഡൈനോസർ വർഗ്ഗങ്ങൾ. ഏകദേശം 7 മീറ്റർ വരെ ഉയരവും 18 മീറ്റർ വരെ നീളവും 20,000 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്ന സ്പൈനോസോറസ് ശരിക്കും ഒരു ഭീമൻ ഡൈനോസർ തന്നെയായിരുന്നു. ഇതിൻ്റെ തലയോട്ടിക്ക് മാത്രം 6 അടിയോളം നീളമുണ്ട്. 5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വളരെ കൂർത്ത 60-ൽ കൂടുതൽ പല്ലുകളുണ്ട് ഇവയ്ക്ക്. ഈ പല്ലുകൾ ടീറക്സിൻ്റേത് പോലത്തെ വളഞ്ഞ പല്ലുകളല്ല, മറിച്ച് സ്ട്രെയിറ്റ് ആയ പല്ലുകളാണ്. ഇതിൻ്റെ ഒരു കടിക്ക് 2000 കിലോഗ്രാം ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദമുണ്ടായിരുന്നു. അതായത് ഒരു വലിയ കാറിനെ ഇതിന് നിഷ്പ്രയാസം കടിച്ച് തകർക്കാനാകും. അപ്പോഴൊരു മനുഷ്യനെ മുന്നിൽ കിട്ടിയാലുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പുറം ഭാഗത്തുള്ള ചിറക് പോലത്തെ ഘടനയാണ് സ്പൈനോസോറസിനെ കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. സെയിൽ എന്നാണ് ഇതിനു പറയുന്ന പേര്. ഈ സെയിലിന് മാത്രം 2 മീറ്ററോളം ഉയരമുണ്ട്. എന്നുവെച്ചാൽ ഒരു ശരാശരി മനുഷ്യനേക്കാൾ ഉയരം. ഇതിൻ്റെ ഉപയോഗം എന്തായിരുന്നുവെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ മറ്റു ജീവികളെ ഭയപ്പെടുത്താനും ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനുമായിരിക്കും സ്പൈനോസോറസ് അവയുടെ സെയിൽ ഉപയോഗിച്ചിരുന്നത് എന്നൊരു സംശയമുണ്ട്. ഇതുപോലെ പുറം ഭാഗത്ത് വലിയ സെയിൽ ഉണ്ടായിരുന്ന വേറെയും ധാരാളം ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഡിമെട്രോഡോൺ, കോൺകേവനേറ്റർ, അമർഗാസൗറസ്, അങ്ങനെ ഒരുപാട്. 1912 ഈജിപ്തിൽ നിന്നുമാണ് ആദ്യമായിട്ട് ഒരു സ്പൈനോസോറസിൻ്റെ ഫോസിൽ കണ്ടെത്തിയത്. പക്ഷേ പതിറ്റാണ്ടുകൾക്കും ശേഷമാണ് സ്പൈനോസോറസിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് വീണ്ടും ഒരുപാട് ഫോസിൽസ് കിട്ടിയപ്പോൾ. ഇതുവരേക്കും സ്പൈനോസോറസിൻ്റെ ഒരു പൂർണ്ണമായ അസ്ഥികൂടം ഒരൊറ്റ തവണ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാണെങ്കിൽ 2ാം ലോക മഹായുദ്ധകാലത്ത് 1944 ബോംബ് ആക്രമണം കാരണം നശിച്ചുപോയി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭ്രാന്തു കാരണം നശിച്ചുപോയി. എന്തായാലും പൂർണ്ണമായ അസ്ഥികൂടം കിട്ടാത്തതുകൊണ്ട് തന്നെ സ്പൈനോസോറസിനെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഇന്നും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്പൈനോസോറസ് പ്രധാനമായും ആഫ്രിക്കയിലെ നദീതീരങ്ങളിലാണ് ജീവിച്ചിരുന്നത്. കാരണം അവ ആഹാരം കണ്ടെത്തിയിരുന്നത് കൂടുതലും നദിയിൽ നിന്നുമാണ്. ഇതൊരു തെറോപോഡ് ഡൈനോസർ ആയിരുന്നുവെങ്കിലും ഇന്നത്തെ മുതലകളുടേതുപോലത്തെ സവിശേഷതകളാണ് കൂടുതലുമുള്ളത്. അതായത് നീളമുള്ള തല, വീതി കൂടിയ വാല്, നീന്താൻ പറ്റിയ തരത്തിലുള്ള കാലുകൾ, വളരെ കട്ടി കൂടിയ തൊലി, പിന്നെ ഒരുപാട് നേരം വെള്ളത്തിനടിയിലായിരിക്കാനും കഴിയും. കരയിൽ ഇത് അധികമായിട്ട് വേട്ടയാടാറില്ല. വേട്ട നടത്തിയാൽ തന്നെ ചെറിയ ജീവികളെ മാത്രമേ ഇവയ്ക്ക് വേട്ടയാടാൻ പറ്റുകയുള്ളൂ. ഇവ ഒരു സ്കാവഞ്ചർ കൂടെയാണ്. അതായത് ചത്ത ജീവികളെ ഭക്ഷിക്കുന്നവ. വെള്ളത്തിനടിയിൽ മീനുകളെ വേട്ടയാടാനാണ് ഇവയ്ക്ക് കൂടുതൽ കഴിവുള്ളത്. അതുകൊണ്ട് തന്നെ കരയിലെത്തുമ്പോൾ ഇവ സ്കാവഞ്ചറാകും. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ അത്യുഗ്രൻ വേട്ടക്കാരും. അതുമാത്രമല്ല, വെള്ളത്തിനടിയിൽ നീന്താൻ കഴിയുന്ന ഒരേ ഒരു തെറോപോഡ് ഡൈനോസർ സ്പൈനോസോറസ് മാത്രമായിരുന്നു. സാധാരണ തെറോപോഡ് വർഗത്തിൽപ്പെട്ട ഡൈനോസറുകളുടെ മുന്നിലത്തെ കൈകൾ വളരെ ചെറുതും ദുർബലവുമായിരിക്കും. അതുകൊണ്ട് തന്നെ മുന്നിലത്തെ കൈകൾ അവയ്ക്ക് തീരെ ഉപയോഗമില്ലാത്തതുമായിരിക്കും. എന്നാൽ സ്പൈനോസോറസിൻ്റെ മുന്നിലത്തെ കൈകൾക്ക് അത്യാവശ്യം നീളമുണ്ടായിരുന്നു. ഏകദേശം 2 മീറ്റർ വരെ നീളമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഈ നീളം കൂടിയ കൈകൾ കാരണം ഇവ 4 കാലിൽ നടക്കുന്ന സൗറോപോഡ് വർഗത്തിൽപ്പെട്ട ഡൈനോസറുകളായിരുന്നുവെന്നാണ് പണ്ട് കരുതിയിരുന്നത്. ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കുന്ന സമയത്ത് ഭാരം താങ്ങാൻ വേണ്ടി കൈകൾ ഉപയോഗിച്ചിരുന്നിരിക്കാം. പക്ഷേ നടക്കാനായിട്ട് അവയ്ക്ക് ഈ കൈകൾ ഉപയോഗിക്കാൻ കഴിയില്ല.
കാരണം നീളമുണ്ടെങ്കിലും 20,000 കിലോഗ്രാം ഭാരം താങ്ങാനുള്ള വലിപ്പവും ശക്തിയും ഈ കൈകൾക്കുണ്ടായിരുന്നില്ല. എങ്കിലും വെള്ളത്തിനടിയിലൂടെ നീന്താനും ഇരകളെ വലിച്ചു കീറാനുമൊക്കെ ഈ കൈകൾ വളരെ ഫലപ്രദമായിരുന്നിരിക്കണം. ഇവയുടെ കാൽവിരലുകൾ വെബ്ഡ് ഡിസൈനാണ്. വളരെ മികച്ച രീതിയിൽ നീന്താൻ ഈ കാൽവിരലുകൾ ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ മൂക്കിൻ്റെ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മുനകളുണ്ട്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ അടുത്തുള്ള മറ്റ് ജീവികളുടെ ശരീരത്തിൽ നിന്നും വരുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന സെൻസറുകളാണിത്. അതിലൂടെ ഇരകളെ കണ്ടെത്താൻ അവയ്ക്ക് വളരെ എളുപ്പമായിരുന്നു. ഇത്തരം കഴിവുകളുള്ള ഒരുപാട് തരം കടൽ ജീവികൾ ഇന്നും ജീവിക്കുന്നുണ്ട്. അധിക സമയവും ഇവ വെള്ളത്തിലാണെങ്കിലും കരയിൽ വന്നാണ് മുട്ടയിടുന്നത്. ശരീരത്തിൻ്റെ വലിപ്പമനുസരിച്ച് ഇവയുടെ തലച്ചോറിൻ്റെ വലിപ്പം തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധി ഉണ്ടായിരുന്നിരിക്കില്ല എന്നാണ് സംശയിക്കുന്നത്. കാലുകളാണെങ്കിൽ വളരെ വലുതുമാണ്, വളരെ ശക്തവുമാണ്. മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ വരെ ഇതിന് ഓടാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് നിഗമനം. ഒരു ശരാശരി മനുഷ്യന് 45 km/h വേഗതയിൽ വരെ ഓടാൻ കഴിയും. മാത്രമല്ല അമിത വലിപ്പം കാരണം ഒരുപാട് ദൂരം ഓടാനും സ്പൈനസോറസിന് കഴിയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൻ്റെ മുന്നിൽ പെട്ടുപോയാലും നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമായിരിക്കുമെന്നാണ് കരുതുന്നത്. സ്പൈനസോറസിൻ്റെ എല്ലുകളിൽ മറ്റു തരം ഡൈനോസറുകളുടെ പല്ലിൻ്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം മറ്റ് ഡൈനോസറുകളുമായിട്ട് ഇവ പോര് നടത്താറുണ്ടെന്നാണ്. 2 തരം സ്പൈനസോറസിനെ ഇതുവരേക്കും കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് സ്പൈനസോറസ് ഈജിപ്റ്റിക്കസ്. പേര് പോലെ തന്നെ ഈജിപ്തിൽ നിന്നുമാണ് ഇവയുടെ ഫോസിൽ കണ്ടെത്തിയത്. രണ്ടാമത്തേത് സ്പൈനസോറസ് മാരോക്കാനസ്. മൊറോക്കോയിൽ നിന്നുമാണ് ഇവയുടെ ഫോസിൽ കണ്ടെത്തിയത്. ആദ്യം പറഞ്ഞതിനേക്കാൾ ഇതിന് വലിപ്പം കുറവാണ്. ഇന്ന് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും സ്റ്റാമ്പിൽ സ്പൈനസോറസിൻ്റെ ചിത്രമുണ്ട്. ഇത്രയും വലിയ ഘോരമായ ഒരു ഡൈനോസർ വർഗത്തിന് എങ്ങനെയാണ് വംശനാശം സംഭവിച്ചത്? ഏതൊരു മഹാവംശനാശം നോക്കിയാലും ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ജീവിവർഗത്തിനായിരിക്കും ആദ്യം വംശനാശം സംഭവിക്കുന്നത്. അതുതന്നെയാണ് സ്പൈനസോറസിനും സംഭവിച്ചത്. സ്പൈനസോറസിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് നദികളും ഉപനദികളുമുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലമായിരുന്നു നോർത്ത് ആഫ്രിക്ക. നദികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഡൈനോസറുകളായിരുന്നു സ്പൈനസോറസ്. എന്നാൽ കാലാവസ്ഥയിൽ വ്യതിയാനം വന്നതും നദികളെല്ലാം വറ്റാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും മീനുകളെ ആഹാരമാക്കിയിരുന്ന സ്പൈനസോറസിന് വേണ്ടത്ര ആഹാരം ലഭിക്കാതെയായി. കരയിൽ കാർക്കരോഡോണ്ടോസോറസിനെ പോലെയുള്ള വളരെ മികച്ച വേട്ടക്കാരായിരുന്ന ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് സ്പൈനസോറസിന് കരയിൽ വേട്ടയാടി ആഹാരം കണ്ടെത്താനും കഴിഞ്ഞില്ല. അങ്ങനെ പതിയെ പതിയെ സ്പൈനസോറസിന് വംശനാശം സംഭവിച്ചു. സ്പൈനസോറസ് വേഴ്സസ് ടീറക്സ്. ടീറക്സും സ്പൈനസോറസും തമ്മിൽ യുദ്ധം ചെയ്താൽ ആരായിരിക്കും ജയിക്കുക? ഡൈനോസേഴ്സിൻ്റെ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ തർക്ക വിഷയമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ജുറാസിക് പാർക്ക് 3 എന്ന സിനിമയിൽ ഒരു സ്പൈനസോറസ് ടീറക്സിനെ കൊല്ലുന്ന രംഗം കണ്ടിട്ടാണ് ഭൂരിഭാഗം പേരും സ്പൈനസോറസ് ജയിക്കുമെന്ന് പറയുന്നത്. എന്തായാലും ആദ്യമേ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇവ തമ്മിൽ പരസ്പരം കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. കാരണം സ്പൈനസോറസിന് വംശനാശം സംഭവിച്ചതിനു ശേഷമാണ് ടീറക്സ് രൂപപ്പെടാൻ തുടങ്ങിയത്. അതുമാത്രമല്ല വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. ടീറക്സ് നോർത്ത് അമേരിക്കൻ ഭാഗങ്ങളിലും ഏഷ്യയിലുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവ തമ്മിൽ യുദ്ധം ചെയ്താൽ ആര് ജയിക്കും? ടീറക്സ് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട് സ്പൈനസോറസിനേക്കാൾ ബുദ്ധി കൂടുതലാണ് ടീറക്സിന്. രണ്ടാമത്തെ കാര്യം ടീറക്സിൻ്റെ ബൈറ്റ് ഫോഴ്സാണ്. ഒരൊറ്റ കടിക്ക് 6000 കിലോഗ്രാം ഭാരത്തിനേക്കാൾ കൂടുതൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതായത് സ്പൈനസോറസിൻ്റെ ബൈറ്റ് ഫോഴ്സിൻ്റെ 3 മടങ്ങ് ശക്തി. മൂന്നാമത്തെ കാരണം ടീറക്സിൻ്റെ ശരീരത്തിലെ അതിശക്തമായ പേശികളാണ്. അവസാനമായിട്ട് ടീറക്സ് കരയിലെ ഏറ്റവും മികച്ച നിഷ്ഠുരനായ വേട്ടക്കാരനായിരുന്നു. വളരെ വേഗതയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇരയെ ആക്രമിക്കുന്നത് എങ്ങനെയാണെന്ന് ടീറക്സിന് വ്യക്തമായിട്ടറിയാം. കാരണം വലിയ ഡൈനോസറുകളെയാണ് ടീറക്സുകൾ വേട്ടയാടിയിരുന്നത്. എന്നാൽ സ്പൈനസോറസ് വേട്ടയാടുന്നത് വെള്ളത്തിലാണ്. ചെറിയ മീനുകളെയാണ് ഇവ കൂടുതലായും വേട്ടയാടിയിരുന്നത്. മീനിനെ പിടിക്കുന്നത് പോലെയല്ല കരയിൽ വേട്ടയാടുന്നത്. അതുമാത്രമല്ല സ്പൈനസോറസിൻ്റെ സെയിൽ ഒരു വലിയ പോരായ്മയാണ്. അതായത് വേഗതയിൽ തിരിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ടീറക്സിനെ തോൽപ്പിക്കാൻ മാത്രം ശക്തനായിരുന്നില്ല സ്പൈനസോറസ്.
ഇവ തമ്മിൽ യുദ്ധം ചെയ്താൽ ജയിക്കാൻ 85% കൂടുതൽ സാധ്യതയും ടീറക്സിനാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പാലിയന്റോളജിസ്റ്റുകൾ സ്ഥിരീകരിച്ച ഒരു കാര്യമാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ടീറക്സിനേക്കാൾ ദുർബലരായിരുന്നു കാർക്കരോഡോണ്ടോസോറസ്. എന്നിട്ട് പോലും കാർക്കരോഡോണ്ടോസോറസിനെ പോലത്തെ ഡൈനോസറുകൾ കരയിലുണ്ടായിരുന്നതുകൊണ്ട് കരയിൽ വേട്ടയാടാൻ കഴിയാതെയാണ് സ്പൈനോസോറസിന് വംശനാശം സംഭവിച്ചത് തന്നെ. അപ്പോൾ പിന്നെ ടീറക്സിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തായാലും വെറുതെയല്ല നമ്മൾ ടീറക്സിനെ ഉരഗജീവികളുടെ രാജാവെന്ന് പറയുന്നത്. ഒരു പക്ഷേ വെള്ളത്തിൽ വെച്ചാണ് ഇവർ യുദ്ധം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും സ്പൈനോസോറസ് ആണ് ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.